മംഗൾയാൻ ചൊവ്വയുടെ സ്വാധീന മണ്ഡലത്തിലെത്തി. 5.5 ലക്ഷം കിലോമീറ്റർ സ്വാധീന പരിധിയുള്ള ചൊവ്വയുടെ ദുർബല പരിധിയിലാണ് മംഗൾയാൻ കടന്നത്. ഉച്ചയ്ക്ക് 2:30-ന് പ്രധാന എഞ്ചിനിലെ ഇന്ധനം പരീക്ഷണാർത്ഥം ജ്വലിപ്പിക്കും. ബുധനാഴ്ച പുലർച്ചെ 6:55-നാണ് മംഗൾയാൻ ചൊവ്വയുടെ ഭ്രമണപഥത്തിലേക്ക് പ്രവേശിക്കുന്നത്. എസ് സന്തോഷ് ദില്ലിയിൽ നിന്ന് ചേരുന്നു. സന്തോഷ്, മാസ് ഓർബിറ്റൽ മിഷന്റെ ചരിത്രപരമായ മുഹൂർത്തങ്ങളിലെ മണിക്കൂറുകളാണ് ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാവുക. ഏറെ ഉദ്യോഗത്തോടെയാണ് ലോകം തന്നെ അതിനെ കാത്തിരിക്കുന്നത്. എന്തു പ്രവർത്തനമാണ് നടക്കുക? എന്തൊക്കെ ഒരുക്കങ്ങളാണ് നിലവിലുള്ളത്? മംഗൾയാന്റെ വേഗം കുറയ്ക്കേണ്ടിയിരിക്കുന്നു. ചൊവ്വയുടെ ഭ്രമണപഥത്തിലേക്ക് കടക്കുന്ന ബുധനാഴ്ച രാവിലെ 6 മണിക്ക് നിലവിൽ പേടകം സെക്കൻഡിൽ 22 കിലോമീറ്റർ വേഗത്തിലാണെങ്കിൽ അത് 1 കിലോമീറ്റർ വേഗത്തിലേക്ക് കുറയ്ക്കണം. അത് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ലിക്വിഡ് അപ്പോളജി മോട്ടോർ ഇന്ന് പരീക്ഷണാർത്ഥം പ്രവർത്തിപ്പിക്കണം. അതിന്റെ നടപടികളിലേക്കാണ് ഇപ്പോൾ ISRO കടന്നിരിക്കുന്നത്. ഉച്ചയ്ക്ക് 2:30-ന് 4 സെക്കൻഡ് നേരത്തേക്ക് ഈ ലിക്വിഡ് അപ്പോളജി മോട്ടോർ എന്നെല്ലാം പ്രവർത്തിപ്പിക്കും. അതിനാണ് നിശ്ചയിച്ചിരിക്കുന്ന സമയം. ഇതിനുള്ള സന്ദേശങ്ങൾ നേരത്തെ തന്നെ മംഗൾയാന് നൽകിക്കഴിഞ്ഞു. ഈ ലിക്വിഡ് അപ്പോളജി മോട്ടോർ നിലവിൽ പേടകം പോകുന്ന വിപരീത ദിശയിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഈ പേടകത്തിന്റെ വേഗം കുറയ്ക്കാൻ വേണ്ടത്. പക്ഷെ കഴിഞ്ഞ ഡിസംബർ 1-ാം തീയതി ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്നും പുറത്തു കടന്നതിന് ശേഷം ഈ ലിക്വിഡ് അപ്പോളജി മോട്ടോർ പ്രവർത്തിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ 24-ാം തീയതി പ്രവർത്തിപ്പിക്കുന്നതിന് മുമ്പ് 48 മണിക്കൂർ മുമ്പ് ഇത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരീക്ഷിക്കുകയാണ് ISRO ചെയ്യുന്നത്. അതിന് 4 സെക്കൻഡ് സമയമാണ് അവർ മാറ്റിവെച്ചിരിക്കുന്നത്. ഏകദേശം കൃത്യമായി പറഞ്ഞാൽ 3.968 സെക്കൻഡ് നേരത്തേക്ക് ഈ എഞ്ചിൻ ഒന്ന് ജ്വലിപ്പിക്കും. 1/2 കിലോഗ്രാം ഇന്ധനം മാത്രമാണ് ഇതിന് ഉപയോഗിക്കുക. അതിന്റെ ഭാഗമായി പ്രൊപ്പലറുകൾ, അതായത് ഈ ലിക്വിഡ് അപ്പോളജി മോട്ടോറിലെ പ്രൊപ്പലറുകൾ 12:20 തുറന്നു. മറ്റ് സാങ്കേതിക തടസ്സമൊന്നും ഇല്ലാതെ തന്നെ പ്രൊപ്പലറുകൾ പ്രവർത്തിച്ചു എന്നാണ് ISRO അറിയിക്കുന്നത്. അത് ISROയുടെ ശുഭാപ്തി വിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ 4 സെക്കൻഡ് നേരത്തേക്കുള്ള പരീക്ഷണം കൂടി വിജയകരമായി കഴിഞ്ഞാൽ 24-ാം തീയതി രാവിലെ പുലർച്ചെ യന്ത്രം ചൊവ്വയുടെ ഭ്രമണപഥത്തിലേക്ക് കടക്കുന്നത് ഏറെ സഹായകരമാകും. ഇന്ന് ലാം പ്രവർത്തിച്ചില്ല എങ്കിൽ പ്ലാൻ ബി എന്ന് പറയുന്ന മറ്റൊരു പ്ലാനിലേക്ക് ISROയ്ക്ക് കടക്കേണ്ടി വരും. അത് വേഗം കുറഞ്ഞ മറ്റ് എഞ്ചിനുകളെ ആശ്രയിക്കേണ്ടി വരും. ഇത് ചൊവ്വ മംഗൾയാന്റെ പ്രവർത്തനങ്ങളെ തന്നെ ബാധിക്കും, വിജയത്തെ തന്നെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് 2:30-ന് അല്പസമയത്തിനകം ആരംഭിക്കുന്ന ആ പ്രവർത്തനം ISROയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മംഗൾയാൻ ദൗത്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. ചൊവ്വയുടെ ആകർഷണ പരിധിയിലേക്ക് കുതിക്കുന്ന മംഗൾയാനിന്റെ വേഗത ഇന്ന് കുറച്ചില്ലെങ്കിൽ, ഒരുപക്ഷെ ഈ പരീക്ഷണം വിജയിച്ചില്ലെങ്കിൽ പേടകം അനന്തതയിലേക്ക് മറയുകയോ അല്ലെങ്കിൽ തകർന്നു വീഴുകയോ ചെയ്യാമെന്ന അതിസങ്കീർണമായ നില കൂടി നിലനിൽക്കുന്നു. സ്വാഭാവികമായും ഇസ്രോയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ എന്താണ്? അരുൺ, ഇതുവരെ ആ ലാബിലെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ആകെ ISRO ചൂണ്ടിക്കാണിക്കുന്ന കാര്യം 300 ദിവസമായി ഈ എഞ്ചിൻ പ്രവർത്തിച്ചിട്ടില്ല എന്നത് മാത്രമാണ്. പക്ഷെ ഇപ്പോൾ ഈ പരീക്ഷണത്തിന്റെ ഭാഗമായി നേരത്തെ 12:20 എഞ്ചിനിലെ പ്രൊപ്പലറുകൾ തുറന്നപ്പോൾ മറ്റ് സാങ്കേതിക തടസ്സങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അത് വളരെ സുഗമമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ISRO അറിയിച്ചിരിക്കുന്നത്. ഈ ലാം പ്രവർത്തിച്ചില്ല എങ്കിൽ ഈ പദ്ധതിയുടെ വിജയത്തെ സങ്കീർണമായി ബാധിക്കും. അത് പിന്നെ ഒരു 50-50 എന്ന ലെവലിലേക്ക് മാറും. അതുകൊണ്ടാണ് ലാമിനെ ആശ്രയിക്കേണ്ടി വരുന്നത്. ലാമിന്റെ ഒരു എഞ്ചിൻ ശക്തി തന്നെ 440 ന്യൂട്രൺ പവർ എഞ്ചിൻ ശക്തിയാണ് ഈ ലാമിനുള്ളത്. ലാം പ്രവർത്തിച്ചില്ല എങ്കിൽ പിന്നീട് വെറും 24 ന്യൂട്രൺ പവർ ശക്തി മാത്രമുള്ള 8 എഞ്ചിനുകളെ ISROയ്ക്ക് ആശ്രയിക്കേണ്ടി വരും ഈ പേടകത്തിന്റെ വേഗം കുറയ്ക്കാനായി. അതാണെങ്കിൽ ഏറെ ദീർഘനേരം ആ എഞ്ചിനുകൾ പ്രവർത്തിപ്പിക്കേണ്ടി വരും. ഇത് പദ്ധതിയുടെ വിജയത്തെ തന്നെ ബാധിക്കും. എന്നാലും നിലവിൽ നാം ചർച്ചിച്ചില്ല. നാം സുഖമായി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നാം പ്രവർത്തിച്ചില്ല എങ്കിൽ മാത്രമേ മറ്റു പ്രശ്നങ്ങളിലേക്ക് കിടക്കേണ്ടുള്ളൂ. അത് 2:30 എല്ലാവരും വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു സമയമാണ്. വെറും 4 സെക്കൻഡാണ് പ്രവർത്തിക്കാൻ. പിന്നീട് 24 മിനിറ്റ് നേരത്തേക്ക് 24 രാവിലെ